നമ്മുടെ രാജ്യം പുരോഗമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഒന്നുമില്ല, യൂത്ത് എംപവർമെന്റ്. ആ യൂത്ത് എംപവർമെന്റിൽ കൂടെ മാത്രമേ രാജ്യത്തിന്റെ എംപവർമെന്റ്, രാഷ്ട്രത്തിന്റെ എംപവർമെന്റ് സാധിക്കുകയുള്ളൂ. ഏറ്റവും ആവശ്യം നയമാണ്. ആ നയം ഇതിനു മുമ്പ് നയത്തിന് വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടക്കുകയുണ്ടായി എങ്കിൽ പോലും അത് ഒരു യാഥാർത്ഥ്യമാക്കിയത് ഇപ്പോഴത്തെ യുഡിഎഫ് ഗവൺമെന്റാ. ആ യുഡിഎഫ് ഗവൺമെന്റിലെ യുവജന ക്ഷേമകാര്യ മന്ത്രി കുമാരി ജയലക്ഷ്മിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജയലക്ഷ്മിയെ ഞാൻ അനുമോദിക്കുന്നു. നമ്മുടെ ബഡ്ജറ്റിന്റെ ചരിത്രത്തിൽ യുവജനങ്ങൾക്ക് അവർക്ക് തൊഴിൽ സാധ്യത ഇത്രയും വിപുലമാക്കിയത്, അതിന്റെ വിപുലമാക്കിയത് വേറെ ഒരു കാലഘട്ടത്തിലും ഇതുപോലെ ഉണ്ടായിട്ടില്ല. 400-ൽ പരം വ്യവസായ സംരംഭങ്ങൾ കണ്ടെത്തി അത് രൂപകൽപ്പന ചെയ്തു. 100-ൽ പരം സംഘങ്ങൾക്ക് അതിന് നമ്മൾ വായ്പ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവർ പ്രൊഡക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ 5 വർഷക്കാലം കൊണ്ട് 50,000 പേർക്ക് ട്രെയിനിങ് കൊടുത്ത് 10,000 വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി 6 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള വൻപിച്ച ഒരു വലിയ യജ്ഞമാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ തുടങ്ങി വെച്ചത്. നമ്മുടെ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളിൽ വലിയൊരു പ്രതീക്ഷ ഈ രാജ്യത്തിനുണ്ട്, വലിയൊരു പ്രതീക്ഷ നിങ്ങളിലുണ്ട്. നമ്മുടെ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ സംരംഭത്തിലേക്ക് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ, ഓരോ സംരംഭങ്ങൾ നിങ്ങൾ ആരംഭിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഈ സൊസൈറ്റി ഒരു എന്റർപ്രൈനറിയൽ സൊസൈറ്റിയാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് എന്റെ ആ ഭാവനയിൽ നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത് ഈ സമൂഹത്തെ ഒരു എന്റർപ്രൈനറിയൽ സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ്.